നമ്മുടെ ഫേസിലെ കറുത്ത പാടുകളൊക്കെ മാറ്റാനായിട്ടും അതേപോലെ സൺ ടാൻ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും പറ്റുന്ന ഒരു നാച്ചുറൽ ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനൊരു 3 ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് നല്ല പനിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ ഫേസ് പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ കറുത്ത പാടുകൾ മാറാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും നമ്മുടെ ഫേസിലെ ഡിസ്കളറേഷനൊക്കെ മാറ്റിയിട്ട് സ്കിൻ ഈവൻ ടോൺ ആക്കി വെക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടും അതേപോലെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും പറ്റുന്ന ഒരു നാച്ചുറൽ ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മുടെ ഫേസിലെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും അതേപോലെ തന്നെ സ്കിൻ ഒന്ന് ഗ്ലോ ആവാനായിട്ടും സൺ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ബീട്രൂട്ടാണ്. ബീട്രൂട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തുകൊണ്ട് വരണം. ഒരിക്കലും നമ്മളത് ജ്യൂസ് ആക്കി എടുക്കരുത്, പേസ്റ്റ് ആക്കിയിട്ട് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു 3 തവണ വേണം കേട്ടോ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുവാനായിട്ട്. എല്ലാ ദിവസവും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ കറുത്ത പാടുകളുണ്ടെങ്കിൽ അതേപോലെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ്. അപ്പോൾ ഇനി രണ്ടാമതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന റാഗിപ്പൊടിയാണ്. റാഗിപ്പൊടി നമ്മുടെ കൊച്ചു കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കി കൊടുക്കുന്ന കുറുമ്പില്ലേ റാഗി, ആ റാഗി പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഓറഞ്ചിൻ്റെ പീൽ പൗഡറാണ്. നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് പീൽ പൗഡർ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം സാൻഡൽവുഡ് പൗഡർ ചേർക്കാം, രക്തചന്ദനത്തിൻ്റെ പൊടി ചേർക്കാം കേട്ടോ. അതേപോലെ തന്നെ മഞ്ഞൾ ഉണ്ടെങ്കിൽ മഞ്ഞൾ പൊടിയും നമുക്ക് ഇതിന് പകരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ ഓറഞ്ചിൻ്റെ പീൽ ഇതുപോലെ ഉണക്കിയിട്ട് പൊടിച്ചെടുത്ത് വെക്കുന്നതാണ്. ഒരു 1/2 സ്പൂൺ ഓറഞ്ച് പീൽ പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് തൈരാണ്. നല്ല കട്ട തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 സ്പൂൺ തൈരാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് പേസ്റ്റായിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് കിട്ടുക. നമുക്ക് ആഴ്ചയിൽ ഒരു 3 തവണ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ സ്കിന്നിലെ കറുത്ത പാടുകൾ മാറാനായിട്ടും സൺ ടാൻ മാറ്റാനായിട്ടും ഡിസ്കളറേഷനൊക്കെ മാറ്റിയിട്ട് സ്കിൻ ഈവൻ ടോൺ ആക്കി വെക്കാനായിട്ടും സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് കമൻറ്റ് ഇടണം കേട്ടോ. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു 20 മിനിറ്റ്സ് വെക്കുക. 20 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാം. നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ സൺ ടാൻ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആവാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.